സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് 13ാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമായി. പെരുന്തുരുത്തി എയ്ഡഡ് സ്കൂളിന്റെ 107ാം വാർഷികം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി കെ സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബൈക്ക് മോഷണ കേസിൽ പൾസർ സുനിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊരട്ടിക്കരയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന നിലയിൽ. കേച്ചേരിയിൽ സൗജന്യ PSC ക്ലാസിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് 13ാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമായി. നവ കേരള നിർമ്മാണത്തിന്റെ ഭാഗമായി ജനകീയാസൂത്രണത്തിന്റെ 2ാം ഘട്ടമായി ആരംഭിക്കുന്ന 13ാം പഞ്ചവത്സര പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. പദ്ധതി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുവാൻ 15 കർമ്മസമിതികളുടെ വിപുലമായ യോഗം ഇന്നലെ ചേർന്നു. 2017 മുതൽ 22 വരെയുള്ള 13ാം പഞ്ചവത്സര പദ്ധതിയും 17-18 വാർഷിക പദ്ധതിയും പ്രാദേശികമായി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനെയാണ് കർമ്മസമിതിക്കാർ പ്രത്യേകമായി ചേർന്നത്. പ്രാദേശിക ആസൂത്രണത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നതിനും ശാസ്ത്രീയവും ജനപക്ഷപരവുമായ വികസന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും വേണ്ടിയാണ് കർമ്മസമിതിയുടെ യോഗങ്ങൾ ചേർന്നത്. പദ്ധതികൾ നടപ്പിലാക്കേണ്ട ഏജൻസികളല്ല ജനങ്ങളെന്ന് കർമ്മസമിതി അംഗങ്ങളുടെ പൊതുയോഗത്തിൽ നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി മനോജ് കുമാർ പറഞ്ഞു. ഓരോ പദ്ധതികളും തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. കുടിവെള്ളത്തിനാണ് പദ്ധതികൾ മുൻഗണന നൽകേണ്ടത്. ജലസമൃദ്ധിയില്ലാതെ യാതൊരു മനുഷ്യ വികസനവും സാധ്യമല്ല. ഇതിനെയാണ് ജലസുരക്ഷ ജീവൻ രക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നത്. ശുദ്ധജലം പോലും മലിനപ്പെടുന്ന സവിശേഷ സാഹചര്യം നിലനിൽക്കുന്നതായി കർമ്മസമിതികൾ ചൂണ്ടിക്കാട്ടി. മാലിന്യ സംസ്കരണവും പരിപാലനവും ഒരുമിച്ച് നടക്കണം. കാർഷിക പുനരുൽപാദനത്തിലൂടെ മാത്രമേ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കാൻ കഴിയൂ. ഈ പ്രവർത്തനം മുകളിൽ നിന്ന് വരേണ്ടതല്ല, താഴെ തട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം. പൊതുവിദ്യാഭ്യാസത്തെ തിരിച്ചുപിടിക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യപ്പെടുന്നത്. ഇതിനായി ശരിയായ വിവരശേഖരണം നടത്തണം. ഇത് അധ്യാപകരുടെയും PTA-കളുടെയും ചുമതല മാത്രമല്ല. കർമ്മസമിതികളുടെ ജോലി ഉദ്യോഗസ്ഥ പണിയല്ല. പൊതുഭരണത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് സേവന ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ്. പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പൊതുഭരണം സജീവമാകണമെന്ന് കർമ്മസമിതികളുടെ ചർച്ചയിൽ പൊതു അഭിപ്രായം ഉയർന്നു വന്നു. ഉൽപാദന മേഖലയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചവത്സര പദ്ധതികൾക്ക് കഴിയണം. പട്ടികജാതി വിഭാഗത്തിനുള്ള സാമൂഹ്യ സുരക്ഷ ശക്തിപ്പെടുത്തണം. കെട്ടിട നിർമ്മാണങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദമാക്കണം. ഫണ്ടിനെ കുറിച്ചല്ല, പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് കർമ്മസമിതികൾ ചിന്തിക്കേണ്ടതെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. കർമ്മസമിതികളുടെ സ്ഥിതിവിവര കണക്കുകൾ ഈ മാസം 20-നകം തയ്യാറാക്കണം. മാർച്ച് 31-ന് അവസാന നിർവഹണ റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് DPC അംഗീകാരം ലഭിച്ച ശേഷമാണ് 13ാം പഞ്ചവത്സര പദ്ധതികൾക്ക് ആരംഭം കുറിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, വൈസ് ചെയർമാൻ PM സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗീത ശശി, സുമ ഗംഗാധരൻ, ഷാജി ആലിക്കൽ, KK മുരളി, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ബിനോയ് ബോസ്, സുമൻ, ദിലീപ് എന്നിവർ പ്രസംഗിച്ചു. പെരുന്തുരുത്തി എയ്ഡഡ് സ്കൂളിന്റെ 107ാം വാർഷികം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി കെ സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെരുന്തുരുത്തി എയ്ഡഡ് സ്കൂളിന്റെ 107ാം വാർഷികവും മാർ ബസേലിയോസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും മികവോത്സവവും ഉച്ചയ്ക്ക് 2:30-ന് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി കെ സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KK ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീമതി റീജ വർഗീസ് സ്വാഗതവും ശ്രീമതി റഹ്മത്ത് മുനീറ നന്ദിയും പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി സുജാ C ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ BRCയിലെ BPO ശ്രീ ജോൺ B പുലിക്കോട്ടിൽ മുഖ്യപ്രഭാഷണവും വിജയികളെ അനുമോദിക്കലും നടത്തി. PTA പ്രസിഡന്റ് ശ്രീമതി മീന സത്യൻ സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ശ്രീ KC മോറിസ്, 4ാം വാർഡ് മെമ്പർ ശ്രീ AY ഹമീദ്, OSA പ്രസിഡന്റ് CV ബാബു, സ്കൂൾ ലീഡർ കുമാരി ഫാത്തിമ റിസ്ന എന്നിവർ ചടങ്ങിനെ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നിരവധി കലാപരിപാടികളും ഉണ്ടായിരുന്നു.
ഈ ബേസ് മനസ്സിലാക്കിക്കൊണ്ടാണ്, ഇവരുടെ ചിന്തകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ശ്രീ വിവേകാനന്ദ സ്വാമികൾ കേരളം മതഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത്. ഒരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനം 100 വർഷത്തിലേറെ നിലനിൽക്കുകയും ചെയ്യുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഈ വിദ്യാലയം 107 വയസ്സ് തികയും ഒരുപാട് മഹാന്മാർക്ക്, വ്യക്തികൾക്ക് ജന്മം നൽകിയ ഒരു സരസ്വതി ക്ഷേത്രമാണ് ഈ വിദ്യാലയം. ബൈക്ക് മോഷണ കേസിൽ പൾസർ സുനിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ബൈക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പൾസർ സുനിക്കെതിരെ കേസെടുക്കാൻ കോടതി കുന്നംകുളം പോലീസിനോട് ആവശ്യപ്പെട്ടു. ചൊവ്വന്നൂർ ശങ്കരതടത്തിൽ എബിൻ അഡ്വക്കേറ്റ് CB രാജീവ് മുഖേന കുന്നംകുളം കോടതിയിൽ നൽകിയ പരാതിയിലാണ് മജിസ്ട്രേറ്റ് VN രഞ്ജിത്ത് കേസെടുക്കാൻ പോലീസിനോട് ഉത്തരവിട്ടത്. എബിന്റെ ഉടമസ്ഥതയിലുള്ള KL 46D 6155 എന്ന നമ്പറുള്ള ഹീറോ ഹോണ്ട മോട്ടോർ ബൈക്ക് പരിചയക്കാരനായ പൾസർ സുനി സഹോദരിയുടെ വിവാഹ ആവശ്യത്തിനായി ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നു. പിന്നീട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ബൈക്ക് പൾസർ സുനി തിരിച്ചു കൊടുത്തില്ല. 2014 ഈ സംഭവം ഉണ്ടായത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയെങ്കിലും സുനിയുടെ മേൽവിലാസം അറിവില്ലാത്തതിനാൽ കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിനും കഴിഞ്ഞില്ല. തുടർന്ന് പുതിയ സംഭവവികാസങ്ങളെ തുടർന്നാണ് എബിൻ പൾസർ സുനിക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ, വിളർച്ച എന്നിവയെക്കുറിച്ച് ഒരു പഠന ക്ലാസ് പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. JPNS ശ്രീമതി നിനി മാത്യു ക്ലാസ് എടുത്തു. അംഗനവാടി ജീവനക്കാരായ ശ്രീമതി സിജി സാബു, ശ്രീമതി സുധ M എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ, വിളർച്ച എന്നിവയെക്കുറിച്ച് ഒരു പഠന ക്ലാസ് പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. JPNS ശ്രീമതി നിനി മാത്യു ക്ലാസ് എടുത്തു. അംഗനവാടി ജീവനക്കാരായ ശ്രീമതി സിജി സാബു, ശ്രീമതി സുധ M എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഗ്ലൂക്കോസിന്റെ ആവശ്യം എന്താ? അരിയുടെ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മള് മുറത്തിലിട്ട് ശരിയാകും അല്ലെ, പാറ്റാന്ന് പറയും അല്ലെ, പാറ്റും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ എന്താണ്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ അത് സ്ത്രീകൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പുരുഷന്മാരോ അതുപോലെ എന്ത് ചെയ്യുമായിരുന്നു, അവര് പറമ്പുകൾ നന്നാക്കുമായിരുന്നു. പറമ്പുകൾ കിളയ്ക്കുകയോ അല്ലെങ്കിൽ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും പറമ്പുകൾ കിളയ്ക്കുകയും പുല്ല് പറിക്കുകയും ചെടി നടുകയും ഒക്കെ പണ്ടത്തെ വീടിന്റെ തറവാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി.
ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. കൊരട്ടിക്കരയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന നിലയിൽ. സംസ്ഥാന പാതയിൽ കൊരട്ടിക്കരയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു കിടക്കുന്നത്. ബാബു എം പാലിശ്ശേരി MLA ഫണ്ടിൽ നിന്നും പണിത ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്നത്. ഒരൊറ്റ ബസ് സ്റ്റോപ്പിൽ 2 വ്യത്യസ്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ബസ് സ്റ്റോപ്പിന് അടുത്തായതിനാൽ പഴയ ബസ് സ്റ്റോപ്പ് തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും ആശ്രയിക്കുന്നത്. ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത് തന്നെ നവീകരിക്കുന്നതിന് പകരം മറ്റൊന്നിന്റെ ആവശ്യം ഇല്ലെന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുതിയ വെയിറ്റിംഗ് ഷെഡിന്റെ തകർച്ച കാണിക്കുന്നത്. എത്രയും വേഗം ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശരിയാക്കി കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ പുനർനിർമ്മിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കേച്ചേരിയിൽ സൗജന്യ PSC ക്ലാസിന് തുടക്കമായി. എരനെല്ലൂർ വേദി ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൗജന്യ PSC പരീക്ഷാ പരിശീലന പരിപാടി മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വേദി പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായിരുന്നു. ജോൺ ജോഫി ആദ്യ ക്ലാസ് എടുത്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം, CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CF ജെയിംസ്, വാർഡ് മെമ്പർ സ്റ്റെല്ല ജോസ്, മുരളി തലക്കോട്ടുകര, സെക്രട്ടറി സന്തോഷ്, സെബി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മുതലാണ് ക്ലാസ് ആരംഭിക്കുന്നത്. വിപണി: അടയ്ക്ക പഴയത് 4500 രൂപ മുതൽ 4816 രൂപ വരെ, പുതിയത് 4100 രൂപ മുതൽ 4451 രൂപ വരെ, രണ്ടാം തരം 2500 രൂപ മുതൽ 3180 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് 13ാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമായി. പെരുന്തുരുത്തി എയ്ഡഡ് സ്കൂളിന്റെ 107ാം വാർഷികം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബൈക്ക് മോഷണ കേസിൽ പൾസർ സുനിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊരട്ടിക്കരയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന നിലയിൽ. കേച്ചേരിയിൽ സൗജന്യ PSC ക്ലാസിന് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.